ആദിവാസികൾക്ക് ആറളം ഫാമിൽ പതിച്ചു നൽകിയ ഭൂമി തിരിച്ചുപിടിക്കുന്നതിൽ പ്രതിഷേധം കനപ്പിച്ച് ഇരിട്ടി താലൂക്ക് വികസന സമിതി. ഇവർക്ക് പതിച്ചു നൽകിയ ഭൂമിയിൽ താമസിക്കാത്തവരുടെ ഭൂമിയാണ് തിരിച്ചുപിടിക്കാൻ പട്ടിക തയ്യാറാക്കി കലക്ടർക്ക് കൈമാറിയിരിക്കുന്നത്. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധനാണ് പ്രശ്നം സഭയിൽ ഉന്നയിച്ചത്. ആദിവാസികളുടെ ഭൂമി കൊടുത്ത ഭൂമി റദ്ദ് ചെയ്തുകൊണ്ട് 576 പേരുടെ റദ്ദ് ചെയ്തുകൊണ്ട് ഉത്തരവ് കലക്ടറുടെ ഉത്തരവ് 576 പേരുടെ ഭൂമി റദ്ദ് ചെയ്യുന്ന സമയത്ത് അവര് എവിടെ നിന്നൊക്കെ വന്നുപോ ആ വന്ന സ്ഥലങ്ങളിലൊക്കെ അവരുടെ താവളങ്ങളിൽ പഴയ താവളങ്ങളിൽ അവർക്ക് ഭൂമിയില്ല, സ്വന്തം പേരിൽ സ്വത്തില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ വിത്തുമായിട്ടാണ് വന്നത്. അതുമായിട്ട് ഇവിടെ ഭൂമി കൊടുത്തു. ഇവിടെ വേറെ എവിടെയും ഭൂമിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് ഇവിടെ ഭൂമി കൊടുത്തത്. ആ ഭൂമി രജിസ്റ്റർ ചെയ്യുമ്പോൾ അവരവരുടെ പഴയ താവളങ്ങളിലേക്ക് ഇവർക്ക് ഇവിടെയും ഭൂമിയില്ല അവിടെയും ഭൂമിയില്ല, അവർക്കാണെങ്കിൽ ഈ രേഖകളിൽ അവർക്ക് ആനുകൂല്യങ്ങൾ പറ്റിയതായിട്ടും ഭൂമിക്ക് പറ്റിയതായിട്ടും രേഖകളുണ്ട് എന്ന് കാണിക്കപ്പെടും. അങ്ങനെ വരുന്ന സമയത്ത് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ പഠനവും മറ്റു കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അവിടെ നോ മാൻ സ്റ്റാൻഡായി അപ്പുറമില്ല ഇപ്പുറം ഇല്ലാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ വരുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് ഈ 576 ആൾക്കാരുടെ റദ്ദ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അത് ഒരു കാരണവശാലും പാടില്ലാത്ത ഒരു പ്രക്രിയയാണ് റദ്ദ് ചെയ്യുക എന്നുള്ളത്. ആദിവാസികൾ കൊടുത്ത ഭൂമി റദ്ദ് ചെയ്യേണ്ട ചില മറ്റു ചില ഫോർമാലിറ്റീസ് ഒരു ദിവസം രാവിലെ വിളിച്ചിട്ട് നിങ്ങളൊക്കെ ഭൂമി റദ്ദ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ്, അതായത് ആറളം പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പറായിരുന്ന വലിയവെള്ളൻ എന്ന് പറയുന്ന ദീർഘകാല പഞ്ചായത്ത് മെമ്പറായിരുന്ന ഒരു വലിയവെള്ളൻ എന്ന് പറയുന്ന അദ്ദേഹം സ്ഥിരമായി താമസിക്കുന്ന സ്ഥലത്ത് ആ ഭൂമി റദ്ദ് ചെയ്തതായി ഉത്തരവ് വന്നു. രണ്ടാമത് അവിടെ ബ്ലോക്ക് 11 അനന്തൻ എന്ന് പറയുന്ന ഒരു ആദിവാസി, അയാൾ നട്ട് നനച്ചുണ്ടാക്കിയ കശുമാവും തെങ്ങും ഉൾപ്പെടെയുള്ള എല്ലാ ഉപയോഗങ്ങളോടുകൂടി താമസിക്കുന്ന ഒരു ദിവസം ഒരു 2-3 ആൾക്കാർ പോയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഭൂമിയില്ല, അപ്പോ നിങ്ങളോട് താമസിക്കില്ല. അയാൾ പറഞ്ഞു, ഞാൻ ഇവിടെ ഉള്ളത്. അയാൾ മാരി പാക്കത്തെടുത്ത് ചാടിച്ചു, ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് ചോദിച്ചു. അന്നേരം തന്നെ ഇവര് പോയി പോയി കേട്ടോ എന്ന് പറഞ്ഞ് നേരെ ഇറങ്ങി ഓടി. ഇങ്ങനെ ഒരു അവസ്ഥ വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തക്ക ഒരു നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഇതിന് ആലോചിതമായി അടിയന്തരമായിട്ട് ആലോചിച്ച് പണ്ട് കാലങ്ങളിലൊക്കെ ഞങ്ങളൊക്കെ പണ്ട് AK വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ പണ്ട് ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് ആദിവാസി സംഘടനകൾ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു കൂട്ടി കണ്ണൂരിൽ നിന്ന് ചർച്ച നടത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാറ്. ഇത് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ടേക്ക് വരുന്നു. ഞാനും MLA കലക്ടർ പോയി കാണാൻ വേണ്ടി പോയി. അടിയന്തരമായി അപേക്ഷ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, ഞാനിവിടെ താമസിക്കുന്നുണ്ട്, എന്റെ ഭൂമി സ്ഥിരപ്പെടുത്തി തരണമെന്ന്. ഇൻഡിവിജ്വൽ പാവം ആദിവാസി പ്രത്യേകിച്ച് പണി വിഭാഗത്തിലുള്ളവർക്ക് എന്തറിയാം. ഞങ്ങൾ തന്നെ പലരോടും ചെന്ന് പറഞ്ഞപ്പോ അവരെല്ലാം കുറേയെല്ലാം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് താസ്കാരത്ത്. അവിടെ ഇപ്പം ഈ ഒരവസ്ഥ ഇങ്ങോട്ട് തുടർന്നാൽ വലിയ സംഘർഷം ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ പുനർചിന്തനം നടത്തണം എന്നാണ് എനിക്ക് ഈ സഭയോട് പറയാനുള്ളത്. ഇതിനു മറുപടിയായി 717 കുടുംബങ്ങളുടെ പട്ടികയാണ് TRDM റിപ്പോർട്ട് പ്രകാരം കലക്ടർക്ക് കൈമാറിയതെന്നും ഇതുപ്രകാരം സർവേ നടത്തിയപ്പോൾ 13 കുടുംബങ്ങൾ അവിടെ താമസക്കാരായി കണ്ടതിനാൽ ഇവയും ഇരട്ടിപ്പുകളും ഒഴിവാക്കി 696 കുടുംബങ്ങളുടെ പട്ടികയാണ് താലൂക്കിൽ നിന്ന് നൽകിയെന്നും തഹസിൽദാർ VS ലാലിമോൾ യോഗത്തെ അറിയിച്ചു. അഭിമാനത്തോടുകൂടിയാണ് ഞാനിവിടെ ഇവിടെ വാങ്ങുന്നത്. കാരണം 717 പ്ലോട്ടുകളുണ്ട് ആറളത്ത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. 717 പല പ്ലോട്ടുകൾ എന്നറിയില്ല, ഒട്ടനവധി പ്ലോട്ടുകൾ ആനുശല്യവും മറ്റ് അവിടെ സർവേ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് തന്നെ അത് ഭൂമി ലഭിച്ചവർ ആ ഭൂമി വിട്ടിട്ട് മറ്റ് പല സ്ഥലങ്ങളിലേക്കും അവർ പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് TRDM ട്രൈബൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ ഒരു ലിസ്റ്റ് എടുത്തു. ഒഴിഞ്ഞു കിടക്കുന്ന ഉപേക്ഷിക്കപ്പെട്ട ഭൂമിയുടെ ഒരു ലിസ്റ്റ് എടുത്തിട്ട് ഇത്രയും ആൾക്കാർ ഇവിടെ ഇല്ല, 513ഓളം പേര് ഇവിടെ ഇല്ല, ഭൂമി ഉപേക്ഷിച്ച് പോയി, അതുകൊണ്ട് അവരുടെ പട്ടയം റദ്ദാക്കിയിട്ട് ജില്ലയിലുള്ള മറ്റ് ആദിവാസികൾക്ക് ഈ ഭൂമി വിതരണം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ തഹസിൽദാർ കുറവുമില്ല, ജില്ലാ കളക്ടർക്ക് TRDM കൊടുത്ത റിപ്പോർട്ടാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് റദ്ദ് ചെയ്യാൻ വേണ്ടി കളക്ടർ ഉത്തരവാവുകയും ആ ഉത്തരവുകൾ സർവേ ചെയ്തത് ആ നോട്ടീസുകൾ കക്ഷികൾക്ക് സർവേ
അതിനുശേഷം ബഹുമാനപ്പെട്ട മന്ത്രി കഴിഞ്ഞ ഫെബ്രുവരിയിലോ മറ്റോ ഇവിടെ വന്നിട്ട് 1 മാസത്തിനകം അവിടെ സർവേ പൂർത്തിയാക്കി അവിടെ അർഹതപ്പെട്ടവർക്ക് ഭൂമി നൽകുമെന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിപ്പോയി. അപ്പോഴൊന്നും ഞാൻ ഇവിടെ ഇല്ല. അതിനുശേഷം 3 മാസങ്ങൾക്ക് ശേഷം വീണ്ടും മന്ത്രി വിളിച്ച് കളക്ടറോട് അവിടുത്തെ സർവേ എന്തായാലും ചോദിക്കുമ്പോഴാണ് ഇലക്ഷൻ്റെ തിരക്കൊക്കെ കാരണം എല്ലാവരും ശ്രദ്ധ മാറിയതുകൊണ്ട് അതിലേക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കും വിട്ടുപോയതായിരിക്കും. എന്തായാലും കളക്ടറിന് ജൂൺ മാസം 18-ാം തീയതി എന്നെ വിളിച്ചിട്ട് പറയുന്നു 1 മാസത്തിനകം ഈ 717 പ്ലോട്ടുകളും സർവേ ചെയ്ത് സ്കെച്ചാക്കി കളക്ടർക്ക് സബ്മിറ്റ് ചെയ്യണമെന്ന് ഒരു അന്ത്യശാസനം പോലെ എനിക്ക് തന്ന നിർദ്ദേശമാണ്. ഞാൻ ആറിലൊക്കെ പോയിട്ടില്ല, അവിടുത്തെ ഭൂമിയുടെ കിടപ്പൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ചെയ്യാമെന്ന് എന്തോ ഒരു ധൈര്യത്തിൽ ഞാൻ സാറിനോട് പറഞ്ഞു. ഞങ്ങൾക്ക് ആകെ ഒരു സർവേറാണ് ഉള്ളത്. അപ്പോൾ അത് അയാളെ വെച്ചോണ്ട് ചെയ്യാനാവില്ല, അതിനുള്ള എക്യുപ്മെന്റ്സിന് ഒന്നുമില്ല. വളരെയേറെ റിസ്ക് എടുത്തിട്ടുള്ള കുറേ ജോലികൾ ഞങ്ങൾ ചെയ്തു. കുറേ സർവേയേഴ്സിനെ കണ്ടെത്തി ഇത് ചെയ്യാൻ പ്രാപ്തരായതായിരിക്കും. ഈ കാടും മേടും ഒക്കെ മെഷീനും അല്ലാതെ ഈ മെഷീൻ എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാം ചെയ്യുന്ന സർവേയേഴ്സിന്റെ ടീമിനെ കണ്ടെത്തി, അവർക്ക് വാഹനം കണ്ടെത്തി, അവർക്ക് 6 പേര് വേണം ഒരു ടീമിൽ. അതിന് ഇവർ ചെയ്യുന്നതെല്ലാം അപ്പോഴപ്പോഴായിട്ട് ഡാറ്റ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാഫിനെ കണ്ടെത്തി. ഇതിനെല്ലാം വില്ലേജിൽ നിന്നും താലൂക്ക് ഓഫീസിൽ നിന്നും പല ദിവസങ്ങളും സ്റ്റാഫുകളെ ഞങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് ഞങ്ങൾ സ്വയം മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ സ്റ്റാഫുകളെ വിട്ടുകൊടുത്തുകൊണ്ട് ഒത്തിരി ജോലികളെ ബാധിക്കുന്ന രീതിയിലേക്ക് തന്നെ പോയി. കാരണം 1 മാസത്തിനകം തീർത്ത് കൊടുക്കാമെന്ന് ഞാൻ ജില്ലാ കളക്ടറോട് പറഞ്ഞ വാഗ്ദത്തമാണ്. അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു. പക്ഷെ അതിനിടയ്ക്ക് ഈ മഴ വന്നതുകൊണ്ട് 10 ദിവസം നീണ്ടുപോയി. എന്തായാലും ഈ 717 പ്ലോട്ടുകളിൽ ഒരു ഇരട്ടിപ്പുണ്ടായിരുന്നു. 717 എന്നുള്ള നമ്പേഴ്സ് ഇരട്ടിപ്പായിരുന്നു. 696 പ്ലോട്ടുകൾ സർവേ ചെയ്തു. കഴിഞ്ഞ ഓഗസ്റ്റ് 20-ാം തീയതി കളക്ടർക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റി. അതിന്റെ ഓരോ കൈവശക്കാരും ഈ പറയുന്ന പോലെ 13 പേരുണ്ടായിരുന്നു നിലവിൽ അവിടെ താമസക്കാരും. എന്നാൽ അവരില്ല എന്ന് TRDM കണ്ടെത്തി നോട്ടീസ് കൊടുത്ത 13 പേരുണ്ടായിരുന്നു. ആ 13 പേരുടെ നമ്മൾ പ്രത്യേകം റിമാർക്സിന് ഈ അനന്തരം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കളക്ടറെ കണ്ട് അപ്പോൾ തന്നെ കളക്ടറിനെ വിളിച്ച് ഞങ്ങൾ അന്നേരം തന്നെ ആളെ വിട്ട് അത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് അതും ഉൾപ്പെടെ ഈ 13 പേര് നിലവിൽ ഇവിടെ താമസമുണ്ടെന്നും അവർക്ക് തന്നെ ആ ഭൂമി കൊടുക്കണമെന്നും ഉള്ള റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. എത്രയും വേഗം അതിന്റെ മറ്റു നടപടികൾ അടുത്ത സെപ്റ്റംബറിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, അതിൽ ഒരു പരാതിക്കും ഇടയില്ലാത്ത രീതിയിൽ വളരെ ഭംഗിയായിട്ട് അവിടുത്തെ സർവേ വർക്കുകൾ ചെയ്ത് സ്കെച്ച് ഉൾപ്പെടെ കൈവശക്കാർ നിലവിൽ ആരാണുള്ളത് ഇല്ലാത്തവർക്ക് നമ്മൾ ജില്ലയിൽ നിന്ന് മൊത്തത്തിൽ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നുള്ള നടപടി TRDM ആണ് ചെയ്യേണ്ടത്. അതിനുള്ള റിപ്പോർട്ടുകളും അതിനുള്ള ബാക്കി കാര്യങ്ങളെല്ലാം താലൂക്കും തമ്മിൽ. തഹസിൽദാർ കാര്യങ്ങൾ വിശദീകരിച്ചതോടെ ഈ വിഷയത്തിൽ TRDMനെതിരെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആരോപണവുമായി മുന്നോട്ട് വന്നു. ആഴ്ചയിൽ ഒരിക്കൽ ഓഫീസിൽ വരുന്ന ഒരു വിസിറ്റിംഗ് പ്രൊഫസറെ പോലെയാണ് TRDMന്റെ സൈറ്റ് മാനേജർ അവിടെ വരുന്നത്. അവിടെ ഫുൾ ടൈം സൈറ്റ് മാനേജർ ഇല്ലാത്തത് എത്രയോ വർഷങ്ങളായി. ഈ TRDMന്റെ സൈറ്റ് മാനേജർ അയാള് ആഴ്ചയിൽ ഒരു ദിവസം അയാൾ ആലക്കോട് ചാർജ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട TRDMന്റെ മുൻകാലങ്ങളിൽ തുടങ്ങിയ കാലഘട്ടം മുതൽ സൈറ്റ് മാനേജർ ഫുൾ ടൈമായി ഉണ്ടായിരുന്ന ഒരു പ്രൈമറി എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ. ആ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ എത്രയോ വർഷങ്ങളായി അവിടെ ഇല്ലാതെ. ഇങ്ങനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അവിടെ വരുന്ന ഒരു വിസിറ്റിംഗ് പ്രൊഫസറെ പോലെ വന്ന് അവിടെയുള്ള റിപ്പോർട്ട് എന്തെങ്കിലും ആക്കിയിട്ട് പോകുന്ന ഒരു അവസ്ഥയേ ഉള്ളൂ. അത് എക്സാക്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെതായ രീതിയിൽ സർവേ നടത്തിയ പഴയ കാലങ്ങളിൽ അവിടെ വർക്ക് ചെയ്ത സർവേര് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളെ ഇപ്പോൾ ഡെയിലി ബേസായിട്ട് അങ്ങോട്ട് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനൊന്നുമല്ല. അയാളെ നിയമിച്ചു കഴിഞ്ഞാൽ അയാൾ വന്നിട്ട് അയാൾക്ക് കാട്ടിക്കൊട്ടി കണക്കോപ്പിട്ട് ഇറങ്ങുമ്പോൾ പാവം ഒരു സംസാരവും ഒന്നും കാര്യങ്ങളൊന്നും അറിയാതെ ആദിവാസി പണിയാൻ വിഭാഗത്തിൽപ്പെട്ടവര് അവരിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിന് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഇവർക്ക് ഭൂമി റദ്ദാക്കി എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഒരു ഉത്തരവ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു NOC കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് താമസിക്കുന്ന അവരെവിടെയാണോ താമസിക്കുന്നത് അവിടെ ആ ലാവണങ്ങളിൽ അവർക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരു ആനുകൂല്യം കൊടുക്കാൻ പറ്റില്ലേ? ഇവർക്ക് ആവണം മാത്രം ഭൂമി വീടിന് പോയി അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആദിവാസി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിൽ ഇവിടെ ഉണ്ട്. ആ രേഖപ്രകാരം ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ എടുത്ത് ഒരു വീട് വെക്കണം സ്വന്തമായി എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് സമീപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും ആർളം ഭാഗത്ത് പോയി NOC മേടിച്ചുകൊണ്ടുവന്നു. NOC കാരണം ഭൂമി കിട്ടിയിട്ടാണ് NOC മേടിക്കാൻ പറ്റും. ഈ പാവം ആദിവാസിക്ക് വല്ലതും നടക്കുമോ? ഇതൊക്കെ പ്രായോഗികമായി നമ്മളൊക്കെ കുറെ കാലമായി ഈ ആദിവാസി മേഖല പ്രവർത്തിക്കുന്ന പ്രായോഗികമായി യാതൊരു പരിഷ്കാരമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനം
നിർവഹണത്തിൽ കഴമ്പുണ്ടെന്നും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും സണ്ണി ജോസഫ് MLA ആവശ്യപ്പെട്ടു. പേരുടെ പേരുകളെങ്കിലും അവർ അവിടെ താമസിക്കുന്നവരാണെന്ന് തിരുത്തേണ്ടതായിരുന്നു. താമസിക്കുന്ന ആളുകളുടെയും താമസിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ട് പരിശോധന നടത്തുമ്പോൾ വസ്തുനിഷ്ഠമായിട്ട് ആ സ്ഥലത്ത് പോയിട്ട് തന്നെ പരിശോധന. ഇവിടെ സർവേ നടത്തുമ്പോഴും ആ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം, വീടുണ്ടെങ്കിൽ കാണാം. വീടുള്ള ആളുകൾ അവിടെ പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളെ അവിടെ സ്ഥലം താമസിക്കുന്ന ആളെ ഒരു ഒഴിവാക്കി കൊടുക്കുന്ന തെറ്റായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പൊ അത് വെരിഫൈ ചെയ്തിട്ട് മാത്രമേ ഒരാളുടെ പട്ടയം നോക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറെ സ്ഥലം ഉണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യം ഡിപ്പാർട്ട്മെന്റ് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അയാൾക്ക് വേറെ സ്ഥലം ഉണ്ടോ എവിടെയാണ് താമസിക്കുന്നത്. പിന്നെ കുറെ പേര് ആഴ്ചയിലെ കൊണ്ട് വരാൻ പഠിച്ചവരുണ്ട്. എല്ലാ കാലത്തും താമസിക്കുന്ന പക്ഷേ കശുവണ്ടി പറക്കുന്നവരും പണിയെടുക്കുന്നവരുണ്ട്. താമസാക്കാനുള്ള സേഫ്റ്റി പ്രശ്നമുള്ളത് പോലെ അവിടെ താമസിക്കാത്തവരുണ്ട്. ആ വിഷയത്തിൽ കൂടി സബ് ചെയ്തിട്ട് വേണം പ്രൈവറ്റ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യാൻ. ഇത് വേറെ കാര്യം, നമ്മുടെ പല പരാതികൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അടുത്ത മീറ്റിംഗ് വരെ കാത്തു നിൽക്കാവുന്നതല്ലേ. അതിന്റെ തുടർകാര്യം ബന്ധപ്പെട്ടവരെ അറിയിക്കാനും തുടർകാര്യം തഹസിൽദാരുമായിട്ടോ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുമായിട്ടോ അന്വേഷിക്കാനും അറിയിക്കാനും രണ്ട് ഭാഗത്തും വേണം. ഒന്ന് അറിയിക്കാനുള്ള നടപടി വേണം, അതുപോലെ തന്നെ അന്വേഷിക്കാനുള്ള ഒരു നിലപാടും വേണം. എല്ലാ കാര്യവും ഈ യോഗത്തിലേക്ക് മാത്രമല്ല. അത് ഞാൻ DDC യോഗത്തിൽ പറയുന്നത്. ആ DDC യോഗത്തിൽ ഈ മാസം അവസാനം പറഞ്ഞാൽ അടുത്ത മാസം അവസാനത്തിലേക്ക് എന്റെ റിപ്ലൈ കാത്തുകഴിഞ്ഞാൽ ഇത്രയും വേഗത്തിൽ റിപ്ലൈ കൊടുക്കാനുള്ള വേണ്ടത് സംവിധാനത്തിൽ. തെറ്റായ റിപ്പോർട്ട് നൽകിയവർക്കെതിരെ നടപടി വേണമെന്ന് K. സുധാകരൻ MPയുടെ പ്രതിനിധിയായി എത്തിയ PK ജനാർദ്ദനൻ ആവശ്യപ്പെട്ടു. 2 ആഴ്ച മുമ്പുണ്ടായ ശക്തമായ മഴയിൽ അയ്യങ്കുന്നിലെ ക്വാറിയിലുണ്ടായ മണ്ണിടിച്ചിൽ വിഷയം CPI പ്രതിനിധി പായം ബാബുരാജും ഇരിക്കൂർ MLA സജീവ് ജോസഫിൻ്റെ പ്രതിനിധി തോമസ് വർഗീസും സഭയിൽ ഉന്നയിച്ചു. അയ്യൻകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നൽ ക്വാറിയിലെ മണ്ണിടിച്ചിൽ മൂലമുണ്ടായ പ്രശ്നങ്ങൾക്ക് ഇവിടെ കൈക്കൊണ്ട നടപടികൾ വിശദീകരിച്ചു. അവിടെയുണ്ടായിരുന്ന താമസിക്കുന്ന 2 കുടുംബങ്ങളെ അന്ന് തന്നെ അവിടെ മാറ്റി താമസിക്കുകയും ചെയ്തു. അതിനുശേഷം നമ്മളവരുടെ ബാക്ക്ലോക്ക് ട്രിപ്പുമായി ബന്ധപ്പെട്ട് ആ 2 പേരുടെയും സ്ഥലം ഏറ്റെടുക്കാനായിട്ടുള്ള ക്രമീകരണങ്ങൾ പഞ്ചായത്ത് മനസ്സിൽ ചെയ്തു. അവർക്കത് വില കൊടുത്ത് അത് ഏറ്റെടുക്കാനായിട്ടുള്ള നടപടികളായിട്ടുണ്ട്, എഗ്രിമെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള നടപടികൾ പഞ്ചായത്ത് മനസ്സിൽ ചെയ്തിട്ടുണ്ട്. ബാക്കി അവിടെ ചെയ്യുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചെയ്ത് കഴിഞ്ഞ ദിവസം അവിടെ ഡിസ്കഷനുണ്ടായിരുന്നു. അവർ ചെയ്യുന്ന പഞ്ചായത്ത് മനസ്സിൽ ചെയ്തിട്ടുള്ളത് കണ്ടായിട്ട് ഇടവുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പുളിക്കൽ പഞ്ചായത്തിൽ 2 വർഷമായി ഒരു ക്വാറി ലൈസൻസില്ലാതെ പ്രവർത്തിക്കുന്നത് പത്രവാർത്ത വന്നതായും ഇതിനെതിരെ റവന്യൂ വകുപ്പ് എന്ത് നടപടി എടുത്തു എന്നും തോമസ് വർഗീസ് ചോദിച്ചു. പ്രധാനപ്പെട്ട പ്രമുഖ പത്രത്തിലാണ് വാർത്ത. 2.5 വർഷമായിട്ട് പുളിക്കൽ പഞ്ചായത്തിൽ ഒരു ക്വാറി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന വാർത്തയാണ്. അപ്പോൾ പരസ്യ വളരെ ഒരു 4-5 വാർത്തയാവും. പിന്നെ പത്രക്കാർ വാർത്ത വളരെ നന്നായിട്ട് വരും. ഞാൻ ചോദിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇതിന്റെ പുറത്ത് എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ? നിയന്ത്രണം 2.5 വർഷമായിട്ട് കോരി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചു. ലക്ഷക്കണക്കിന് രൂപ വാർത്തയ്ക്കകത്ത് ലക്ഷക്കണക്കിന് രൂപ അതിന്റെ റോയൽറ്റി ലൈസൻസ് ഗവൺമെന്റിന് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉത്തരവാദിത്തമുള്ള ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ കൺസേൺ ഡിപ്പാർട്ട്മെന്റ് ഈ കാര്യങ്ങൾ എന്ത് ശ്രദ്ധയാണ്? എന്നാൽ ഏതാനും മാസം മുൻപ് മാത്രം തഹസിൽദാറെ ചാർജ് എടുത്ത താനാണ് ഇത് കണ്ടുപിടിച്ചതെന്നും തഹസിൽദാർ ലാലിമോൾ പറഞ്ഞു. അവരുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇവരുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ മീറ്റിംഗ് നടത്തുകയും ആ കാര്യങ്ങളൊക്കെ ചെയ്തു. റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്ന് തന്നെ റിപ്പോർട്ടാക്കി ആ സ്പോട്ടിൽ നിന്ന് തന്നെ ജില്ലാ കളക്ടർക്ക് വീഡിയോ ഉൾപ്പെടെയുള്ള മെസ്സേജുകൾ അയച്ചിട്ട് പിറ്റേ ദിവസം തന്നെ ഒരു ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. ജിയോളജി വകുപ്പ് PWD റോഡ്സ്, അവിടെ റോഡ് പോകുന്നുണ്ട് PWD റോഡ്സ്, പിന്നെ എൻവയോൺമെന്റൽ സ്റ്റഡി നടത്തുന്ന ഒരു വിഭാഗം, പിന്നെ റവന്യൂ വകുപ്പുകാർ, അങ്ങനെ 6 വകുപ്പുകൾ സംയുക്തമായി അവിടെ ഒരു പരിശോധന നടത്തി. ജിയോളജിയുടെ നിർദ്ദേശാനുസരണം ആ റോഡ് PWD റോഡ് ഇവരുടെ ഈ പ്രവൃത്തി മുതൽ മണ്ണ് കൂട്ടിയിട്ടും മണ്ണൊലിച്ചു പോയ പ്രവൃത്തി മൂലം നഷ്ടപ്പെട്ട റോഡ് പുനഃസ്ഥാപിക്കുന്നതിന് മുൻപായിട്ട് അവിടെ ഏത് രീതിയിൽ അവിടെ കൺസ്ട്രക്ഷൻ നടത്തി അത് പുനഃസ്ഥാപിക്കാൻ സ്ട്രോങ് ആക്കാം എന്നുള്ളത് ജിയോളജിസ്റ്റിന്റെ കൂടെ സംയുക്തമായ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാനാവൂ എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ട് അവരെ നിർദ്ദേശം കൊടുത്തിട്ട് ആ ഒരു ടീം, ഞാനുണ്ടായിരുന്ന ടീമിൽ ഞങ്ങൾ ആ സ്ഥലം സന്ദർശിച്ചു.
മറ്റ് ആൾക്കാരൊന്നും യാത്ര ചെയ്യുന്നില്ല. അത് ഈ പ്രഷറുകാർ മാത്രമാണ് റോഡ് ഉപയോഗിക്കുന്നത് എന്നാണ് ഞാൻ അറിയുന്നത്. രണ്ടാമത് പറഞ്ഞത് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി പിന്നെ 2.5 വർഷമായി പ്രവർത്തിക്കുന്നു. ഈ 2.5 വർഷമായ ഒരു ഞാനിവിടെ വന്നൊരു 6 മാസമേ ഉള്ളൂ നിങ്ങൾക്കെല്ലാം. ഈ 2.5 വർഷമായ ഒരു പ്രഷർ അവിടെ പ്രവർത്തിക്കുന്ന ഒരു ക്വാറി അവിടെ പ്രവർത്തിക്കുന്നത് എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് പത്രക്കാരും മറ്റാരും പറഞ്ഞിട്ടില്ല. അത് ഞാൻ പറയാം. ഞാൻ അവിടെ ഈ ഉളിക്കൽ ഈ പ്രശ്നമല്ല ഈ വൈകുന്നേരം ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് എനിക്ക് അവിടെ എന്തൊക്കെയോ കുറേ സ്വാഭാവികത തോന്നിയിട്ട് ഞാൻ എല്ലാ ക്വാറി ഉടമകളെ തന്നെ പറഞ്ഞു നിങ്ങളുടെ മാനേജേഴ്സിനെ അയക്കരുത്. ഉടമകൾ നിങ്ങളുടെ കയ്യിലുള്ള ലൈസൻസിന്റെ കോപ്പി ഞങ്ങൾ എടുത്തില്ല. ജിയോളജിയാണ് തഹസിൽദാർ കയ്യിലുള്ള റോഡില്ല. തഹസിൽദാർ ആകെ ചെയ്ത് ക്വാറി പെർമിറ്റ് കൊടുക്കുന്നതിന് മുന്നേ സ്ഥലം പരിശോധിച്ച് അതിന്റെ ചുറ്റുപാട് സ്കൂളോ മറ്റ് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ അപായം വരുന്നതായിട്ട് എന്തെങ്കിലും സാധനം ഉണ്ടോ പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ മാത്രമാണ് തഹസിൽദാർ കയ്യിലുള്ള റോഡ്. അതെല്ലാം ഒരു രേഖ നമ്മുടെ അടുത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ രേഖകൾ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ രേഖകൾ ഞങ്ങൾക്ക് കാണണം, അതിന്റെ കോപ്പി ഞങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 7 കർഷകർ 7 ക്വാറിക്കാർ വന്നു. അവരുടെ രേഖകൾ തന്നു. ഈ രേഖകൾ ഞാൻ ആ ക്ലർക്കിനോട് ഒന്ന് രജിസ്റ്ററിലാക്കി ഇപ്പോൾ അതിന്റെ നമ്പർ ഡീറ്റെയിൽസ് അതിന്റെ ഫോട്ടോകോപ്പി വെക്കും. ഒരു രജിസ്റ്റർ ഉണ്ടാക്കാം. രജിസ്റ്റർ ഉണ്ടാക്കുമ്പോൾ ഞങ്ങളാണ് കണ്ടുപിടിക്കുന്നത് 2.5 വർഷം ഇവിടെ ലൈസൻസ് തീർന്നു എന്നുള്ളത്. താലൂക്ക് ഓഫീസിലാണ് കണ്ടുപിടിക്കുന്നത്. അതൊരു പത്രക്കാരും പറഞ്ഞിട്ടില്ല. താലൂക്ക് ഓഫീസിലെ തഹസിൽദാരാണ് ആ രേഖ പരിശോധിച്ചപ്പോൾ കണ്ടുപിടിച്ചത് 2.5 വർഷമായി ഇവരുടെ ലൈസൻസ് ഇല്ലാന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ ആവശ്യപ്പെട്ടു. വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് ആക്കി തന്നു. അത് കണക്കൊക്കെ സത്യം അതേ എനിക്ക് ചെയ്യാനാവുള്ളൂ. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. കണിച്ചാർ പഞ്ചായത്തിലെ റോഡുകളുടെ ശോച്യാവസ്ഥയ്ക്കെതിരെ പൊതുമരാമത്ത് വകുപ്പിനെതിരെ ആരോപണങ്ങളുമായി കണിച്ചാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യനും ഉദ്ഘാടനം നടത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും മട്ടന്നൂർ സിവിൽ സ്റ്റേഷൻ പ്രവർത്തന സജ്ജമാക്കാത്തതിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് മട്ടന്നൂർ നഗരസഭാ അധ്യക്ഷൻ എൻ ഷാജിത്തും രംഗത്തെത്തി. എൻ്റെ പഞ്ചായത്തിലെ എല്ലാ പിറപ്പി റോഡുകളും മെയിൻ്റനൻസ് വിങ്ങിന് കീഴിലാണ്. ഇവരല്ല എൻ്റെ ആളുകൾ. ഇവിടുത്തെ പിറപ്പി എഞ്ചിനീയറല്ല, മെയിൻ്റനൻസ് വിങ്ങിന് പ്രത്യേകിച്ച് ജില്ലയിൽ തന്നെ എഞ്ചിനീയർമാരുണ്ട്. അത് കോൺട്രാക്ട് എടുക്കുന്നു. ഓരോ റോഡ് പോലും അവർ അതിൻ്റെ കാന തെളിക്കാൻ ഈ വെള്ളക്കെട്ടിനെ പറ്റി ഇവിടെ വ്യാപകമായി എല്ലാവരും പരാതി പറഞ്ഞു. മെയിൻ്റനൻസ് കീഴിലാണെന്ന് ആണെങ്കിൽ അവർ കാന തെളിക്കാനും അവിടുത്തെ കാടുകൾ വെട്ടാനും അതായത് റോഡിലേക്ക് നിൽക്കുന്ന കമ്പുകളെല്ലാം മുറിച്ച് കളയാനും അവർ എടുത്തിട്ടുള്ളതാണ്. അത് ഒരു വർക്കും ചെയ്യില്ല. എൻ്റെ പഞ്ചായത്ത് തന്നെ മുന്നിൽ നിന്ന് തുടങ്ങി കുളപ്പാട് വഴി പൊതുജോല പോകുന്ന റോഡിന് ഒരു കോൺട്രാക്ടറോട് 10 വയസ്സ് തവണ വിളിച്ചതിന് ശേഷമാണ് അയാൾ വരാൻ തയ്യാറ്. പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള അതെല്ലാം പിരമിഡ് റോഡുകളാണ്. അപ്പൊ ഇത് മെയിൻ്റനൻസ് വിങ്ങിന് കീഴിലാണ്. മെയിൻ്റനൻസ് വിങ് ഒരു കാര്യം ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കോൺട്രാക്ട് എടുത്ത കോൺട്രാക്ടർമാർ ആരാണ് അവിടെ റോഡ് പിരമിഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ കാഴ്ചക്കാരല്ല, നിങ്ങൾ കാഴ്ചക്കാരല്ല, കാവൽക്കാരാണെന്ന് ആ ഒരു നമ്പർ വിളിച്ചാൽ ആരെങ്കിലും. പക്ഷേ നമ്മൾ കോൺട്രാക്ടർമാരുടെ നമ്പർ വേണ്ടി വിളിച്ച് പരിസ്ഥിതിയിലായിട്ട് പക്ഷേ വായ്പ 5 റോഡ് ഇപ്പോൾ അവിടുത്തെ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് മുണ്ടും വണ്ടി ചെയ്ത് പോകുന്നത്. അതിന് മട്ടന്നൂരുടെ കോൺട്രാക്ടറാണ് എടുത്തത്. ഞാൻ അയാൾ 10 തവണയെങ്കിലും വിളിച്ചു. അയാൾ പറഞ്ഞ് ഞാൻ വേറെ തിരക്കിന്റെ വർക്കിലാണ്, ഇത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. ഇന്നാണ് എന്നോട് ലാസ്റ്റ് ഞാൻ അപ്പോ തിരക്കിന്റെ വർക്കാണ്. ഇന്ന് ലാസ്റ്റ് ആയിട്ട് എന്നോട് പറഞ്ഞു തിങ്കളാഴ്ച വന്നില്ലെങ്കിൽ പിന്നെ ബാക്കി എനിക്ക് ലക്ഷ്യം. അത് വയനാട് കരിന്തളം 400 kV ലൈനിൽ കർഷകർക്കുണ്ടാകുന്ന നഷ്ടപരിഹാരം വിപണി വില അടിസ്ഥാനമാക്കി നൽകണമെന്ന് പ്രതിനിധികളായ വിപിൻ തോമസും തോമസ് വർഗീസും ആവശ്യപ്പെട്ടു. 31-ന് യോഗം വിളിച്ചിട്ടുണ്ടെന്നും അതിൽ വ്യക്തത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും MLA മറുപടി നൽകി. തലശ്ശേരി വളവുപാറ റോഡിലെ സോളാർ വഴിവിളക്കുകൾ പ്രവർത്തനക്ഷമമല്ലാത്തത് സംബന്ധിച്ച് നിരവധി തവണ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നും ഇതിൽ വ്യക്തത വേണമെന്നും ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. വഴിവിളക്കുകളുടെ ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറുമെന്നാണ് അറിയിച്ചിരിക്കുന്നതെന്ന് മരാമത്ത് അധികൃതർ അറിയിച്ചു. ഇരിട്ടി നഗരസഭാ പരിധിയിൽ വരുന്ന വഴിവിളക്കുകൾ തങ്ങൾ ഏറ്റെടുത്തതായും അറ്റകുറ്റപ്പണികൾ ഉടൻ നടത്തുമെന്നും നഗരസഭാ അധ്യക്ഷ കെ ശ്രീലത യോഗത്തെ അറിയിച്ചു. കീപ്പള്ളി CHCയിൽ നിർമ്മിച്ച ഡയാലിസിസ് സെൻ്ററിന് അനുമതി വൈകിക്കുന്നത് വൃക്കരോഗികളോട് കാണിക്കുന്ന മനുഷ്യരഹിതമായ സമീപനമാണെന്നും ഉടൻ അനുകൂല തീരുമാനം ഉണ്ടാകണമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ആവശ്യപ്പെട്ടു. കേളകം പഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ്, ബാബുരാജ് പായം, കെ മുഹമ്മദ് അലി, തോമസ് തയ്യിൽ, PP ദിലീപ് കുമാർ എന്നിവരും സംസാരിച്ചു.